സിനിമയിലേക്ക് കയറ്റിവിടാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. ഇപ്പം ഇങ്ങനെ ആഗ്രഹം പറയുമ്പോൾ ഫസ്റ്റ് കൊടുത്തൊരു ഉപദേശമാണ് സിനിമയിലേക്ക് കയറുമ്പോൾ ഇതൊക്കെ നോക്കണം ഒരു ഗൈഡ് കൊടുത്തു. എന്തായിരുന്നു കൊടുക്കുന്നത്? പരിപൂർണമായ അർപ്പണ മനോഭാവം നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടുണ്ടാവണം. കൃത്യനിഷ്ഠ, സീനിയേഴ്സിനെ ബഹുമാനിക്കൽ, ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ഇടയിൽ ഇതെല്ലാം വീണ്ടും പറയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള സിനിമയിൽ ആവശ്യമുള്ള വളരെ ബേസിക്കായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗുരു സ്മരണ, ഗുരുക്കന്മാരെ സ്നേഹിക്കുക, ആരെ കണ്ടാൽ എണീറ്റ് നിൽക്കണം, ബഹുമാനിക്കേണ്ടവരെ കണ്ടു വരും, ഇങ്ങനെയൊക്കെയുള്ള ബേസിക്കായിട്ടുള്ള ഒരുപാട് അതുകൊണ്ട് ഇപ്പോൾ കുട്ടിക്കാലം മുതൽ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ മഹാനായ മഹാത്മാഗാന്ധിയുടെ വാചകങ്ങൾ ഈ എളിയവനായി ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന പോലെ ഞാൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് എൻ്റെ മോള് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതോട് ഒരുപാട് കണ്ടുപഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കുഴപ്പമില്ല പോകുന്നു. ഈ കുഞ്ഞുനാളെ പോലെ കേൾക്കുന്നുണ്ടാവുമല്ലോ, എപ്പോഴാ സിനിമയിലേക്ക്, അല്ലെങ്കിൽ അച്ഛനമ്മ സിനിമയിലുണ്ട്, അല്ലെങ്കിൽ ഓൾ ഫാമിലി സിനിമയായിട്ട് ഭയങ്കര അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ ഭയങ്കര ലെഗസി പ്രഷർ ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ ചെറുപ്പം മുതലേ. ഇപ്പൊ കോളേജിലൊക്കെ ആണെങ്കിലും അതെപ്പോഴെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ ആദ്യം ജോലി പഠിത്തമൊക്കെ കഴിഞ്ഞ് സിനിമ മതി എന്നുള്ള കോള്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ബൈ അത് ആക്ച്വലി പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര റിയൽ ആണ്. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴായിരിക്കും സിനിമ ചെയ്യുന്നുണ്ടോ, സ്കൂൾ കഴിഞ്ഞ് ഉടനെ ചെയ്യുമോ, അതോ എങ്ങനെ കോളേജിൽ കയറുമ്പോൾ ചെയ്യുമോ? അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്നും ഉണ്ട്. കാരണം ഞാൻ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനടുത്ത് സംസാരിക്കുകയാണെങ്കിലും ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട്, ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, സംസാരിക്കുന്ന മൊത്തം ഡയലോഗായിരിക്കും, ഓരോരുത്തർ പറയുന്നത് അതുപോലെ ആയിരിക്കും. അപ്പം എൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമ്മയും എല്ലാവരും മറ്റേ സിനിമയിലുള്ളതുകൊണ്ട് തന്നെ അവരുടെയും എല്ലാവരുടെയും ഒരു മാനറിസവും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മളത് നോട്ടീസ് ചെയ്യുന്നതും, അത് വേറൊരു കാര്യം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ലൈക്ക് യു സെഡ് പ്രഷറിൻ്റെ കാര്യം, ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് എന്താ പറയുക, തുറന്ന് പറയാനായിട്ട് പേടിയായിരുന്നു. എനിക്ക് സിനിമയോട് ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇത്രയും വലിയ ആൾക്കാരുടെ മകളാണ് ഞാൻ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ദാറ്റ് ഇവർ ഭയങ്കര, കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ, ഞാൻ മകളാണോ, ഞാനങ്ങനെ ഒരിക്കലും എന്താ പറയുക വലിയ സ്റ്റാർസാണ്, ഞാൻ അവരങ്ങനെ ഒരു രീതി കാണണം, നമ്മുടെ സ്കൂളിൽ പോയിട്ട് പോകും, എൻ്റെ പേരൻസ് ആരാന്നറിയോ, അങ്ങനത്തെ ഒരു ഇത് ഞാൻ എന്നെ വരെ അങ്ങനെ ഇതാക്കിയിട്ടില്ല. ഓരോരുത്തർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ്, അപ്പോഴാണ് ഞാൻ റിയലൈസ് നോക്കിയത് ഈ മൈറ്റ് ബി ഒരു അത്രയും വലിയ ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യം. പിന്നെയാണ് എനിക്ക് ഈ പ്രഷറിൻ്റെ കാര്യം എത്തി തുടങ്ങിയത് ലേറ്റർ ഓൺ. കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ ഒത്തിരി എന്താ പറയുക, വാട്ട് ഇഫ് ഐ നോട്ട് ഗുഡ് ഇനഫ്, അവർ അത്രയും വലിയ ആൾക്കാരാണ്, ഞാൻ ഒരിക്കലും മാച്ചപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എല്ലാവരും എന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നതും ഓ ഋഷിയുടെയും മനോജ് കെജിയുടെയും മകൾ എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നതും. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്ടേഷനും ഉണ്ടാവും. അപ്പോൾ പ്രഷർ ഇസ് വെരി റിയൽ. പക്ഷേ എന്നെ അങ്ങനെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുമില്ല, എന്നാൽ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്കങ്ങനെ കൃത്യമായിട്ട് ഒരു ആൻസർ എനിക്കതിന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് തോട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ ഓക്കെ സിനിമയിൽ കയറാമെന്നുള്ള രീതിയിൽ. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ ഞാൻ ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഫോർ എനിത്തിങ്, ഐ തിങ്ക് ഐ കൻ മേക്ക് മൈ സെൽഫ് ബെറ്റർ. അപ്പം ഇപ്പം ആൾക്കാർ എന്താ പറയുക എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്കറിയില്ല, ഫസ്റ്റ് സിനിമയും കൂടിയാണ്. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹം. വൺസ് അഗൈൻ ക്വസ്റ്റ്യൻ, പ്രഷർ ഇസ് ഡെഫിനറ്റ്ലി ദെയർ. അതിപ്പോഴും ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ വരുമ്പോഴും ഞാൻ കാറിൽ നിന്ന് അച്ഛനടുത്ത് പറയായിരുന്നു, ദൈവമേ അവിടെ എത്ര ആൾക്കാർ, അച്ഛനൊക്കെ ഇത് സ്ഥിരം ചെയ്യുന്നതല്ലേ, ഞാനെന്തോ ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാനെന്താ സംസാരിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നതെന്ന് അറിയില്ല. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ. പ്രഷർ നല്ലോണം ഉണ്ട്. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. നല്ലോണം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനി ഉണ്ടാവും. അൺടിൽ ഐ മേക്ക് ഇറ്റ് ബെറ്റർ ഇൻ ലൈഫ്, ഐ ഹോപ്പ് യുനോ സ്റ്റിൽ ബി ദേർ, ഐ തിങ്ക്. താങ്ക് യു സോ മച്ച്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു വലിയ സിഗ്നേച്ചർ തന്നെയാണ്. നമ്മൾ എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും, പക്ഷേ ആളുകൾ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഇതിനു മുമ്പ് കഥകൾ കേട്ടിട്ടുണ്ടോ? പല സിനിമകളിലെ കഥകൾ വന്നിട്ടുണ്ടാവാം ഇല്ലേ? അതെ അതെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റെല്ല ക്യാച്ച് ചെയ്യുന്നത്? കാരണം എന്താണ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ വനിതയുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേ മനോരമ വഴി അല്ലെങ്കിൽ വനിത വഴിയൊക്കെ കുറേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഡയറക്റ്റ്ലി വരുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് കേൾക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കേട്ടു. അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക വെരി മെമ്മറബിൾ അല്ലെങ്കിൽ നല്ലൊരു റോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും.
എന്നും പറഞ്ഞ് ഇന്ന റോൾ ചെറുതാണ് മറ്റേ റോള് കൊള്ളില്ല, അങ്ങനെ ഒരിക്കലും അല്ല. ഞാൻ എല്ലാ സ്ക്രിപ്റ്റും ക്രൂ ആയിക്കോട്ടെ എൻ്റെ ക്യാരക്ടറിന് എന്താണ് ഇമ്പോർട്ടൻസ് ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഐ ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് വൺ ഓഫ് ദി തിങ്സ് ഇസ് എ ടൈറ്റിൽ ക്യാരക്ടർ. അത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ്, കാരണം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു ചാൻസ് അല്ല. അതായത് എന്താ പറയുക, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഡിഷൻ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ മൂവിക്കും നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നപ്പോൾ എനിക്കത് ഒരിക്കലും എന്താ പറയുക വേണ്ടെന്ന് എനിക്ക് അങ്ങനെ പറയാനും പറ്റില്ല, അതെനിക്കൊന്നും ആർക്കും അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ റോൾ. ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ കേട്ട് നോക്കിയപ്പം. അതിനെക്കാട്ടിലും ഉപരി എന്താ പറയുക ബ്യൂട്ടിഫുൾ സ്റ്റോറി. പിന്നെ ക്രൂ എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാവുന്ന, അതായത് സേതു സാറിനെയൊക്കെ എനിക്ക് അറിയാം. അപ്പം അത് തന്നെ എനിക്ക് വേറെ ഒരു കംഫർട്ട് സോൺ തന്നെയായിരുന്നു. വേറെ ഐ ഫെൽറ്റ് ലൈക്ക് മേ ബി ഗോഡ് ഗേവ് ദിസ് ടു മീ, മേ ബി ഇത് ഫസ്റ്റ് മൂവി ആവണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ സോ മെനി തിങ്സ് സ്ട്രൈക്ക് അബൌട്ട് ദിസ് മൂവി. അത് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ. എന്താ പറയുക, സേതു സാറിൻ്റെ അടുത്ത്, സേതു സാറാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. ആ സമയത്ത് ബിനു സാർ വാസ് നോട്ട് അവൈലബിൾ. ബട്ട് പറയുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഹീ ജസ്റ്റ് ഗേവ് മീ ഒരു വൺ ലൈനറാണ് തന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞു സാർ ഇത് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം, എനിക്ക് ഉറപ്പാണ് അച്ഛനും അമ്മയ്ക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി, നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. അതായത് ഞാൻ പറയുമ്പോൾ ആഗ്രഹം എന്നുള്ള രീതിയിൽ അങ്ങനെ അതാണ് റോളിനെ. ഓക്കെ, റോളിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം സാറാണ് സംസാരിച്ചത് അമ്മയുടെ. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട്, ടൈറ്റിൽ റോൾ കിട്ടുന്ന ഭയങ്കര ഒരു എന്താ പറയുക ബ്ലെസ്സിങ് ആണ്. അത് അതുപോലെ തന്നെ കാണാം, ബി ഗ്രേറ്റ്ഫുൾ, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ റോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വലിയ സംഭവമായി ഒരിക്കലും അല്ല. സിനിമ പൊട്ടും, സിനിമ ചിലപ്പോൾ വിജയിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ക്യാരക്ടർ യു ഗോട്ട്, പ്ലീസ് ഡു ഇറ്റ് വെരി വെൽ. നന്നായിട്ട് ചെയ്യാം. ഒരുപാട് കോമഡി സ്കോപ്പൊക്കെ ഉള്ളൊരു സിനിമയാണ്, നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. മെയിനായിട്ട് അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എന്നെ ഓഫ് കോഴ്സ് ബ്ലെസ് ചെയ്തു. ഷി വാസ് ലൈക്ക് ഇത് നല്ലൊരു ടീമാണ്, നമുക്കറിയാവുന്നതാണ് നേരത്തെ, ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് അപ്പ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. ആസ് ആൻ ആക്ടർ പ്രിപ്പറേഷൻ അച്ഛൻ്റെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ക്യാരക്ടേഴ്സ് സിനിമകളുണ്ടായിരുന്നു? ഡെഫിനറ്റ്ലി. അപ്പം ഇപ്പം അമ്മയുടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പം മിഥുനം, തലയണ മന്ത്രം, എന്താ പറയുക, പിന്നെ കളിപ്പാട്ടം, മുന്താണി മുടിച്ച് ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ ഇതൊക്കെ കുറേ പണ്ടത്തെ, അതായത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ കണ്ടു വളർന്നൊരു സിനിമയൊക്കെ ഇതാണ്. എന്താ പറയുക, എൻ്റെ ഹാർട്ടിനോട് ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് സിനിമകളുണ്ട്, അതെല്ലാം ഇതാണ്. പിന്നെ തലമന്ത്രം ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനന്തഭദ്രം. കാരണം അതെനിക്ക് ഒരേപോലെ പേടിപ്പിച്ചതും ഒരേപോലെ എന്നാൽ അത് അച്ഛനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കിയ ഒരു സിനിമ അനന്തഭദ്രമാണ്. അനന്തഭദ്രം, സല്ലാപം, ചമയം, സീനിയേഴ്സ്, അനദർ പേഴ്സണൽ ഫേവറേറ്റ്, നേരം, ഇങ്ങനത്തെ കുറേ എന്താ പറയുക കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഇൻസ്പയർഡ് ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ പറയുക മോസ്റ്റ്ലി ഏത് കണ്ടാലും ഞാൻ ഇൻസ്പയർ ആവാറുണ്ട്. കാരണം ഞാനിങ്ങനെ അവരെ എൻ്റെ പേരൻസ് എന്നുള്ളൊരു സെൻസിൽ ഞാനിങ്ങനെ കാണുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആസ് എൻ ആക്ടർ ഓൾസോ ദി ബോത്ത് ആർ ലൈക്ക് റിയലി ഗുഡ്. അപ്പോൾ എനിക്ക് ഏത് മൂവി കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അത് കണ്ടാൽ മതി. കാരണം അവരുടെ അൾട്ടിമേറ്റ് തീരുമാനമാണ് ഈ സിനിമയിൽ, പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്. അപ്പോൾ അത് അത്തരം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ആക്ട്രസ്സാണ് ഉർവശി. അപ്പം അവർക്കറിയാം ആ ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ അത് ഒരിക്കലും ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് നമുക്ക് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല. അത് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായത്തോടെ യോജിക്കുകയുള്ളൂ. തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഓളം നമ്മളെപ്പോഴോ കണ്ടു പറഞ്ഞ സിനിമകൾ പിന്നെയും ഇപ്പൊ ചോട്ട മുമ്പേ റീസെന്റ് ആയിട്ട് ഇറങ്ങി ഹൗസ്ഫുൾ ആയിട്ട് ഇങ്ങനെ അടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ കാലത്തുണ്ടായ ഒരു സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഫോർമുലയുണ്ട്. ചിരി, ഓരോ ലെവൽ ചിരിയുണ്ട്, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ഫോർമുലയാണ്. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളൊക്കെ കൂടുതൽ ഏതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ത്രില്ലറാണെങ്കിൽ ത്രില്ലർ മാത്രം, കുറച്ചുകൂടെ എന്താ പറയാ എന്താണ് ആ സീരിയസ് സബ്ജക്റ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. മാസ് സിനിമ, എല്ലാത്തരം ഇമോഷൻസും ഉൾക്കൊള്ളുന്ന സിനിമ അല്ലേ. ഇപ്പം തോട്ടം പോയി പോലത്തെ ഇപ്പം നാടൻ പോലത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് പോവാനും കൈയടിക്കാനും എഴുന്നേറ്റ് തുള്ളാനൊക്കെ ഉണ്ടാകുന്ന ഒരു ഗൂസ് മൊമെന്റ്സ് ഉണ്ട്. ശരിക്കും അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ മലയാളത്തിൽ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ചോട്ടാ മുമ്പേ ഈ തിയേറ്ററിൽ നിന്ന് ഇത്രയും തകർക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ കാഴ്ച. അതൊരു തിരിച്ചറിവിൻ്റെ നിമിഷമാണ്. കാരണം പുതിയ ന്യൂജൻ പിള്ളേരാണ് മുഴുവൻ തുള്ളുന്നത്. തല എന്നുള്ള പാട്ടിൽ ഞാൻ ഒരുപാട് റീൽസ് കണ്ടു അല്ലേ, മോളിൽ തന്നെ ഒരുപാട് റീൽസ് കാണിച്ചു. എന്താ അത് കാണുമ്പോൾ സന്തോഷം.
നമ്മൾ ആ 90s കാലഘട്ടത്തിലുള്ള സിനിമകൾ ഇപ്പോൾ പ്രേക്ഷകൻ വീണ്ടും വളരെ ഫ്രഷായിട്ട് ഏറ്റെടുത്ത് അതിന് നിറഞ്ഞാടുമ്പോൾ അല്ലെങ്കിൽ അത്രയും ആസ്വദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നത് നമ്മുടെ രാജമാണിക്യം ഈ സമയത്ത് ഇറങ്ങേണ്ട ഒരു സിനിമയാണ്. ബിഗ് ബി വിലാനൊന്നും വേണ്ട, ബിഗ് ബി തന്നെ ഒന്നുകൂടെ നിപ്പിറക്കുക എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ. അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യമായിട്ട് എൻ്റെ സ്വാർത്ഥം ഞാൻ പറഞ്ഞതാണ്. രാജമാണിക്യവും ബിഗ് ബിയും ഇപ്പം ഇറങ്ങിയാലും തകർക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ സർജാന ചെയ്യുന്ന സിനിമകളിൽ എപ്പോഴും ഒരു നിഷ്കളങ്കത്വം ഉണ്ടാവും, ഇടയ്ക്കൊന്ന് ക്യാരക്ടർമാരുടെ ഇതുണ്ടാവും, ഒരു ഹോം ബോയ് ഫീലിംഗുള്ള കഥാപാത്രം വെച്ചിലൂടെ ആയിട്ടുണ്ട്. എപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്കൊന്ന് ബ്രേക്കിംഗ് പക്ക നെഗറ്റീവ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് രൂപം ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. എപ്പോഴും തോന്നാറുണ്ട്. കാരണം ആസ് എൻ ആക്ടർ നമുക്ക് എപ്പോഴും ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് തന്നെ ബോറടിയും. നമുക്കും കുറെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഒരു പ്രോജക്റ്റ് വന്ന് നിൽക്കുന്നുണ്ട്. അത് ചെയ്യാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹോപ്പ്ഫുള്ളി വെരി സൂൺ അങ്ങനെയുള്ള സാധനം ചെയ്യും. ചോദിക്കാൻ കാരണം കാരണം നമ്മളൊരു ക്യാരക്ടറിൽ ലോക്കായി കഴിഞ്ഞ ആളുകൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് അത് ബ്രേക്ക് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പോഴെല്ലാം അത് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ സ്ക്രിപ്റ്റുകൾ വരുന്നില്ലല്ലോ അങ്ങനെ ഒരു ഫീലിംഗ്? തീർച്ചയായിട്ടും. കാരണം എൻ്റെ അടുത്ത് ഈ അടുത്തൊരാൾ പറഞ്ഞു, ഞാനിങ്ങനെ ചാൻസ് വെച്ചാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഒരാളല്ല കുറേ പേര് ഇത് പറഞ്ഞിട്ടുണ്ട്, എടാ എന്നെ ഈ മുഖം എവിടെ കൊണ്ട് വെക്കുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം ചില സിനിമകൾക്ക് നല്ലതാണ്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആൾക്കാർക്ക് നമ്മളെ ഓരോ ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമകൾ ഇതുപോലും എനിക്ക് എൻ്റെ ആക്ടർ ഇൻ മീ ഐ വുഡ് ഏതൊക്കെ തരത്തിൽ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഇനിയും പല ഷെയ്ഡ്സിലുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് എത്തണമെങ്കിൽ എനിക്കൊന്ന് എല്ലാ സിനിമകളും നല്ല രീതിയിൽ ചെയ്താൽ അവിടെ എത്തും. ആൻഡ് ഇപ്പം എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കുറച്ച് വരുന്നുണ്ട്. ആൻഡ് ഐ റിയലി ഹോപ്പ് അങ്ങനെ ഒരു ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലാത്തൊരു ക്യാരക്ടർ എനിക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കേൾക്കുന്ന ഏതെങ്കിലും ഡയറക്ടർ റൈറ്റേഴ്സും ഉണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ മീ. താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. ഇപ്പം അമ്മ മലയാള സിനിമ അല്ല ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ്. അച്ഛനും അതുപോലെ ഒരു സൂപ്പർ ആക്ടറാണ്. അച്ഛൻ നല്ലൊരു പാട്ടുകാരനാണ്. അപ്പം എപ്പോഴെങ്കിലും ഏതെങ്കിലും പോയിന്റിന് എനിക്കിങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ? അതായത് മനസ്സിലായില്ല, എക്സ്പ്ലോർ ചെയ്യുന്ന സിംഗിങ് അങ്ങനെയാണ്. എന്തുവാവും അങ്ങനെ ആക്ച്വലി തോന്നിയിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം ഞാൻ പാടുന്ന മാത്രമേ ഇവരെ കേട്ടില്ല കേട്ടോ. ഈ കൂടുതലും വെസ്റ്റേൺ ഇംഗ്ലീഷ് സോങ്സ് ആണ് കൂടുതലും പാടി കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അത് ഉപദേശിച്ചിട്ടുണ്ട്, മക്കളെ ഈ ഇംഗ്ലീഷ് പാട്ടുമായിട്ട് ഇരിക്കരുത്, നമ്മുടെ ഇവിടെ ഒരുപാട് മലയാള സോങ്സ് ഉണ്ട്, തമിഴ് വേണം പഠിക്കാം, തമിഴ് പാടണം, അങ്ങനെ നാവിലതെല്ലാം വരണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് ഒരുപാട് പാട്ടുകൾ. അങ്ങനെ ഈ അടുത്ത സമയത്തൊക്കെ ചില പാട്ടുകൾ കൂടുതൽ അത് കേട്ട് തുടങ്ങിയ ഒരു സമയം ഞാൻ നോക്കിക്കണ്ടിരുന്നു. ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒന്ന് മ്യൂസിക് കുറച്ച് ബേസിക് പഠിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനുണ്ടായിരുന്ന അച്ഛനെ പഠിപ്പിച്ചു, അന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ഭാഷനെ കണ്ടെത്താം, ബേസിക്സ് എങ്കിലും അറിഞ്ഞിരിക്കുന്നതല്ലാണ് ഈ പറയുന്നത്. ഞാൻ ബേസിക്സ് പോലും പഠിച്ചിട്ടില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഞാൻ പാടുന്നതാണ് ആരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്, മ്യൂസിക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പാടുന്നില്ലേ ഏതെങ്കിലും വേദിയിലെ അടുത്ത് നമുക്ക് പാടാൻ വരും. അതെ, ഇപ്പം അതിൻ്റെ പ്രൊമോഷൻ സമയത്തേക്ക് നമുക്ക് ഇല്ല, അപ്പൊ സമയമുണ്ട്. അപ്പൊ നോക്കാം. ഈ ഹ്യൂമർ ടൈമിങ് ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടു. അപ്പോൾ മനോജേട്ടനും ഹ്യൂമറിൽ ഭയങ്കര അടിപൊളിയാണ്. ആ കൽപ്പന ചേച്ചിയുടെ ഹ്യൂമർ കിട്ടിയിട്ടുള്ളത് മുന്നേറ്റക്കാന്നും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഹ്യൂമർ പണ്ട് മുതലേ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഡെഫിനറ്റ്ലി ഹ്യൂമർ എനിക്ക് ഏറ്റവും എന്താ പറയാ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇമോഷനാണ്. അത് എന്തിനാ വോട്ട് യു കോൾ ദാറ്റ്, അതെനിക്ക് എല്ലാം ബിക്കോസ് ഞാൻ ലൈഫ് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ആസ് വെൻ ഐ വാസ് എ ചൈൽഡ് എല്ലാ കാര്യങ്ങളും അതിപ്പോൾ എന്തൊരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ അത് ഭയങ്കര വീട്ടിൽ പോയി അവതരിപ്പിക്കുന്നത് എല്ലാം ഭയങ്കര കോമഡി രീതി തന്നെ ആയിരിക്കും. കാരണം എനിക്ക് എന്നെ ഒന്നും എഫക്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാനത് എപ്പോഴും ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ എന്താ പറയാ ലൈക്ക് യു ജസ്റ്റ് മെൻഷൻഡ് കൽപ്പന മിനു എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെ പേര് വിളിച്ചിട്ടാണ് ശീലിച്ചത്. മിനുവിന്റെ അതേ മിനു എപ്പോഴും കുഞ്ഞിലേമാരെ എപ്പോഴും പറയാമോ എൻ്റെ വേറൊരു വേർഷനാണ് നീ, ഞാൻ വലുതായി നീ ചെറുതായി അത്രേ ഉള്ളൂ. ബാക്കി കാണിക്കുന്നതൊക്കെ അതേ ഗോഷ്ഠിമാര് അച്ഛനും കുഞ്ഞിലെ എപ്പോഴും പറയുന്നത്. കാരണം ഭയങ്കര കുരുത്തം കെട്ട കൊച്ചൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും, പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെയൊക്കെ ഏറ്റവും ഇഷ്ടം തേജയിൽ കൂട്ടാനുള്ള മെയിൻ കാര്യം ഇവിടെ വന്ന് ആരെങ്കിലും പൊഴിപ്പിക്കും. ഭയങ്കര ഹ്യൂമറസ് ആണ്, അതാണ് മെയിൻ ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടാൻ കാര്യം ഞാൻ വിശ്വസിക്കുകയാണ്.
ഒരുപാട് കുട്ടിക്കാലത്ത് നമ്മൾ പുതിയ കാല വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ അതിൽ പാസ് ചെയ്യുമ്പോൾ കാണാൻ തന്നെ നിന്നിട്ട് ടീച്ചറായിട്ടും സ്റ്റുഡൻ്റായിട്ടും മാറി 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 സംസാരിക്കും. എനിക്ക് പാവം തോന്നിയിട്ടുണ്ട്, ആരും കളിക്കാനൊന്നുമില്ല. പിന്നീടാണ് കൽപ്പനയുടെ മകളൊക്കെ ആയിട്ട് അവരിവിടെ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ താമസിക്കാൻ വന്നു. പിന്നെ അവിടെ കമ്പനിയായി, ഫ്രണ്ട്സായി. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ടീച്ചറായിട്ട് വിടുന്ന അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്, ഇല്ല ടീച്ചർ ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 സംസാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ആ ടാലൻ്റ് ഉണ്ട്, അത് അല്ലെങ്കിൽ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് മിനുക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. തേജ, ഇപ്പം നിലവിൽ മലയാളത്തിൽ കോമഡികൾ ചെയ്യുന്ന നായകന്മാർ വളരെ ചുരുക്കമാണ്. ചെയ്യുന്നവരെ ആളുകൾ കമ്പയർ ചെയ്യുന്നത് പഴയ ഉർവശി ചേച്ചിയായിട്ടാണ്. ബിക്കോസ് പുള്ളിക്കാരി ഒരുപാട് കോമഡി ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് നോബഡി ക്യാൻ റീപ്ലേസ് ഹെർ എക്സ്പെക്ട് യു, ബിക്കോസ് I think even I can't replace her because Urvashi, there's only one Urvashi and ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ട്രസ് ആണ് എൻ്റെ അമ്മ അല്ലെങ്കിൽ ഉർവശി എന്ന് പറയുന്നത്. കാരണം എനിക്കങ്ങനെ ആലോചിക്കാൻ കൂടെ പറ്റില്ല ഞാൻ അതിലും ബെറ്റർ ആവുന്നത്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസർ എനിത്തിങ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് ഞാൻ ഞാൻ ലാസ്റ്റ് മന്ത് when I was in ചെന്നൈ, എനിക്ക് അപ്പോഴാണ് ഞാൻ ലൈവായിട്ട് ഒരു സംഭവം കാണുന്നത്. ഞാൻ അമ്മയടുത്ത് പോലെ ചോദിച്ചു, അമ്മ ഇത് ഓരോ സീനൊക്കെ വരുമ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ അച്ഛൻ്റെ അടുത്തും ചോദിച്ചൊരു കാര്യമാണ്. പക്ഷേ ബോത്ത് ആർ ഡിഫറെൻറ്റ് വേസ് ഓഫ് റിസെപ്ഷൻ. എന്നാലും ഞാൻ പ്രത്യേകിച്ച് ഒരു സീൻ കിട്ടുകയാണ്, അത് പക്ഷേ എങ്ങനെ മനസ്സിലാവും, കോമഡി ആണെന്ന് എങ്ങനെ മനസ്സിലാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സീരിയസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് എങ്ങനെ അറിയാം. പുള്ളിക്കാരി ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ, അത് മക്കളെ ഒരു കാര്യം പറയാം, ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്കൊരു സാധനം അത് എടുക്കണം അപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷൻ പറഞ്ഞു, എന്നിട്ട് ഷീ ഇസ് ആക്ടഡ് ഔട്ട്. അത് നമ്മളിങ്ങനെ വെറുതെ അവിടെ നിന്ന് ചുമ്മാ നമ്മൾ ബിഹേവ് ചെയ്യത്തില്ല, അതുപോലത്തെ ഒരു സംഭവം ചുമ്മാ കാണിച്ചു തന്നു. ഞാനതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ വീശോ, ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിലോട്ട് ഇറങ്ങുന്ന, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് കണ്ടപ്പോൾ ഇത് ചെറിയ സാധനം തന്നെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു, കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. സോ അവിടെ തന്നെ ക്വസ്റ്റ്യൻ കട്ടായി. സോ ഐ നോട്ട് ഗോണ റീപ്ലേസ് ഹർ, ബട്ട് ഐ ഹോപ്പ് സംഡേ maybe I look up to her and like അത്രയും എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഇതറിയില്ല. പക്ഷെ ദൈവം അനുഗ്രഹിക്കട്ടെ. ടിക്ടോക്ക് ചെയ്ത് കണ്ടില്ലേ, കിടക്കാത്ത ചെയ്തു. ഇപ്പോൾ അത് ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചു, അതുകൊണ്ട് മോളും അത് നിരോധിച്ചു. അപ്പോൾ ആ കാലത്ത് ഉർവശിയുടെ പ്രശസ്തമായൊരു സീനുണ്ടല്ലോ ഇതിനകത്ത്, അച്ഛൻ്റെ അമ്മയിലെ എന്താ കടുവറ, അതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. കൽപ്പനയുടെ പല റോള്, ദിലീപിൻ്റെ, സലീം കുമാറിൻ്റെ ഒക്കെ. അതൊന്നും ഇപ്പം ചെയ്യുന്നില്ല. പിന്നെ ടിക്ടോക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് കാണിക്കാമായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ല. ഓക്കെ.